Recording started. തിരിഞ്ഞു നോക്കണം പുറത്തേക്ക്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണാം. വണ്ടി ഉണ്ടെങ്കിൽ അതേപോലെ ലൈറ്റ് ഓഫ് ഫുള്ള് ഒന്നുകൂടി പോട്ടെ. റോഡ് കാലിയാണോ നമ്മുടെ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് എന്താണോ അതിന് ആ പറഞ്ഞ സ്പീഡ് ലിമിറ്റ് ദൈവം കൂട്ടിയ വണ്ടി എടുക്കുക. വണ്ടി ഉണ്ടാവും മുന്നിൽ, അതിനനുസരിച്ച് സ്പീഡ് കുറച്ച് പോകുക, ഇതാക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അവർ പറഞ്ഞ് വാച്ച് ചെയ്ത് തന്നെ ഇരിക്കുക, മനസ്സിലാക്കുക. ചിലർ പറഞ്ഞ ഒന്നും ശ്രദ്ധിക്കൂല. ലെഫ്റ്റ് പറയുമ്പോൾ ചിലപ്പോൾ റൈറ്റ് പോകും, യൂട്ടേൺ പറയുമ്പോൾ ചിലപ്പോൾ ലെഫ്റ്റ് പോകും. അതൊക്കെ നമ്മൾ മൈൻഡിൽ വെക്കുക. ലെഫ്റ്റ് നമ്മൾ പറയാതെ ചെയ്തത് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. പഠിച്ച ആൾക്കാരെന്ന് മനസ്സിലാവും. ഡിഗ്രി കട്ട് ചെയ്യുക, എക്സൽ എടുക്കുക, ചെറിയ സ്ലോ മുന്നേ ആക്കുകയാണെങ്കിൽ ഇവിടെ എത്തൂല നമ്മൾ. അസാട് നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു, സ്ലോ ആക്കി അപ്പൊ തന്നെ എക്സൽ എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പാർക്കിംഗ് പാർക്കിങ്ങിന്റെ സൈൻ ബോർഡാണ്. നിർത്തുക. പാർക്കിംഗ് ഉണ്ട്. പോട്ടെ. കഴുത്ത് ബാക്കിലേക്ക് തിരിയണല്ല. കഴുത്ത് ബാക്കിലേക്ക് എവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. ബ്ലൈൻഡ് സ്പോട്ട് അതാ, അതെവിടെ നോക്കണേ? കഴുത്ത് ഇതിന്റെ മുകളിലേക്ക് പോണില്ല. എക്സാമിനൊക്കെ മനസ്സിലാണെങ്കിൽ അങ്ങോട്ട് നോക്കണെന്നുള്ളത്. പകുതി കഴുത്ത് തിരിച്ചാൽ മതി, ഫുള്ളല്ല തിരിക്കാൻ പറയണത്. നമ്മൾ അറിഞ്ഞ ഡ്രൈവിങ് എന്ത് ചെയ്യണേ, ചെയ്യാന് മറക്കണ, അത് ഓർമ്മ വെക്കുക. റൈറ്റ് ഇൻഡിക്കേറ്റർ സെന്റർമർ നമ്മൾ നോക്കണല്ല. സെന്റർമറൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, എന്നാലേ വണ്ടി ഓടിക്കൽ ഐഡിയ കിട്ടുള്ളൂ. എക്സിറ്റ് കഴിഞ്ഞ പടം എന്ത് ചെയ്യുക, പാർക്കിംഗ്. ഇത്ര ഉണ്ടാവുള്ളൂ ടെസ്റ്റ്. ഓരോ സ്ഥലത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞില്ല, അവിടെ കഴിഞ്ഞ്. നിർത്തി വല്ല ചെയ്താൽ മതി. റണ്ണിങ് തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്ന് നിർത്തിയിട്ടൊക്കെ ചെയ്യാം. പോട്ടെ. തിരിഞ്ഞു നോക്ക് ബാക്കിലേക്ക് നല്ലോണം. പോട്ടെ. നമ്മുടെ ശരീരം മൊത്തം തിരിഞ്ഞു നോക്കണമെന്നില്ല, ഒന്നും നല്ലോണം ബാക്കിലേക്ക് തിരിഞ്ഞാൽ ഈസി ആയിട്ട് കാണും. എന്നാൽ സ്പീഡ് ലിമിറ്റ് എന്ന് ഫോളോ ചെയ്യാം. അതായത് സ്പീഡ് ഇങ്ങനെ കുറച്ച് കൊണ്ട് എടുത്തിട്ട് കാര്യമില്ല. 30 ഇങ്ങനെ ഉരുട്ടി കളിച്ച് എന്താകും, ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ട് കാര്യമില്ല. റൈറ്റ്, അതിനെ മീറ്റർ നോക്കിയാൽ മതി, സ്പീഡ് കൂടുതലെന്ന് അറിയും. സെന്റർമർ നോക്കുക. ഇൻഡിക്കേറ്റർ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് കട്ടാവും. സെന്റർമർ നോക്കി. ഒരു ചെരിവ് കഴിഞ്ഞാൽ ആദ്യം നോക്കണം വരുന്നതാ ബാക്കിലെ വണ്ടിയിൽ വരിക. ഏത് ചെരിവ് കഴിഞ്ഞാലും ആദ്യം നോക്കണ സെന്റർമർ. അതേപോലെ സ്പീഡ് ബ്രേക്ക് വരുമ്പോൾ സെന്റർമർ നോക്കുക, എന്നിട്ട് ബ്രേക്ക് ചെയ്യുക. ഈ ചെരിവൊന്ന് ശ്രദ്ധിക്കണം. ഒരു പോയിന്റ് ഓക്കെ. സെന്റർ ലെഫ്റ്റ് ഷോൾഡർ എന്നുള്ള തിരിയണതല്ല, കറക്റ്റ് ഒന്ന് എന്ത് ചെയ്യും, ബ്ലൈൻഡ് സ്പോട്ട് കഴുത്ത് മാത്രം തിരിച്ചാൽ മതി. നമ്മള് കഴുത്ത് തിരിക്കണ. ഞാൻ നിങ്ങൾ ഇങ്ങോട്ടാണ്, ഞാൻ ഒന്നുകൂടി ബാക്കിലേക്ക് തിരിക്കാനാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല. അധികം തിരിക്കണ്ട.